ഇദ്ദേഹം പറയുന്ന ഈ ആധുനിക പണ്ഡിതന്മാര് ആരാണ്? വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അപകടകരമായ ഒരു വാക്കാണത്. ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗം കേട്ട് അദ്ദേഹം പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പിറകിൽ കൂടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇന്ന്. ഇദ്ദേഹത്തിന്റെ പ്രസംഗം അനുകരിച്ച് അതുപോലെ പ്രസംഗിക്കുന്ന ധാരാളം ചെറുപ്പക്കാരായ പ്രാസംഗികരുമുണ്ട്. അതുകൊണ്ട് ഈ അപകടകരമായ ഇത്രയും ഇദ്ദേഹത്തിന്റെ ഈ വാദഗതി ആലിമ്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി എടുക്കണം. ആധുനിക പണ്ഡിതന്മാരുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ആരാണ്? ഒരു ഫിഖ്ഹിലെ ഒരു വിഷയവും തൊടാതെ, ഒരു മദ്ഹബും അവലംബിക്കാതെ, ഒരു മദ്ഹബിന്റെയും ഒരു അവലംബവും പറയാതെ ആധുനിക പണ്ഡിതന്മാര് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ ഇവിടെ വലിച്ചഴക്കുന്നുണ്ട്. അതാരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ ഫിഖ്ഹിയായ മസ്അലകൾ മാത്രം അദ്ദേഹം കൈകാര്യം ചെയ്തതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് ഫിഖ്ഹിന്റെ മസ്അലകളിൽ പലതും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ആലിമീങ്ങൾ ഈ വിഷയം ഒന്ന് ഗൗരവത്തിൽ എടുക്കണം. ഈ ഉമ്മത്തിനെ ഏതൊരു വഴിയിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് വളരെ ഗൗരവത്തോടുകൂടി എല്ലാവരും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. അല്ലാഹു തആല ഈ ഉമ്മത്തിനെ കാക്കട്ടെ. ആമീൻ.